ക്രിസ്മസ് തിരക്കിലമർന്ന് വിപണികൾ. നക്ഷത്രവിളക്കുകളും കേക്കുകളും വിപണി കീഴടക്കി കഴിഞ്ഞു. തിരുപ്പിറവി ആഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് നിന്നും രമ്യാദാസ് ചേരുകയാണ്. രമ്യ, തിരുപ്പിറവിയെ വരവേൽക്കാൻ നാടൊന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് മലബാറിലേക്ക് വരുമ്പോൾ ഏതാഘോഷത്തിനും പകിട്ട് ഒന്നുകൂടി കൂടും, മാറ്റു കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണ്? തീർച്ചയായും കെ പി, ഈ കോഴിക്കോട് എന്ന് പറയുമ്പോൾ എല്ലാ ആഘോഷങ്ങളെയും ഒരേ മനസ്സോടുകൂടി വരവേൽക്കുന്ന ഒരിടമാണ്. അത് ജാതിമത വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്താണ്. മിഠായി തെരുവിലാണുള്ളത്. ഇവിടെ എന്നും ആഘോഷമാണ് മിഠായി തെരുവിൽ. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അത് തിരക്ക് കൂടും. കാരണം എനിക്കറിയാം, വിഷ്വലൊക്കെ കാണുന്നുണ്ടായിരിക്കും. കാരണം എനിക്ക് പുറകിൽ വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ട്. വിവിധ സാധനങ്ങളൊക്കെ വാങ്ങാനായി എത്തിയവരൊക്കെ. ക്രിസ്മസ് ആണ്, അതുപോലെ തന്നെ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയറിനെ ക്ഷമിക്കണം, ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ക്രിസ്മസ് പാപ്പയുണ്ട് ഇവിടെ. ഇതാ ക്രിസ്മസ് അപ്പൂപ്പൻ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകളൊക്കെ നേർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകളാണ്. കാരണം കടകളിലെല്ലാം അമ്പിച്ച തിരക്കുണ്ട്. നിരവധി ആളുകൾ ഇങ്ങനെ ഇതാ മിഠായി തെരുവിലൊപ്പം ഇതാ ഞാൻ നടക്കുമ്പോഴൊക്കെ മുട്ടിപ്പോകുന്ന തരത്തിലാണ് ആളുകളുള്ളത്. അത്രയ്ക്കധികം വലിയ തിരക്കാണ്. ഈ മിഠായി തെരുവിനെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്നും മിഠായി തെരുവിൽ തിരക്കുള്ളൊരു ഇടമാണ്. കാരണം നിരവധി ആളുകളാണ്. കോഴിക്കോട് നിന്ന് മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന ഒരു ഇടമാണ് ഈ കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ. വലിയൊരു ആഘോഷം എന്നുള്ളൊരിടമാണ്. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് കൂടുതലാണ് തിരക്ക്. കാരണം ന്യൂ ഇയർ ആണ്, അതുപോലെ തന്നെ ക്രിസ്മസ് ആണ്, അതിൻ്റെയൊക്കെ ആഘോഷങ്ങളാണ്. നമുക്കിത് വരുന്ന ആളുകളോടൊക്കെ ഒന്ന് പ്രതികരണമൊക്കെ എടുത്തു നോക്കാം. കാരണം എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ആഘോഷങ്ങൾ, ആഘോഷ പരിപാടികൾ. ഒന്ന് നിൽക്കാവോ? അതില്ല, ചിലവരൊക്കെ ക്യാമറ ഒക്കെ കാണുമ്പോൾ പേടിച്ചോടുന്നൊരു ഇടം കൂടി ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് കാണുന്നുണ്ടാവും വിഷ്വലിലൊക്കെ. കാരണം ക്യാമറ ഒക്കെ കാണുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഈ കടകളിലൊക്കെ എങ്ങനെയാണ് പ്രതികരണങ്ങൾ നോക്കാം. ചേട്ടൻ ഈ കടയിലെ ആളാണോ? എങ്ങനെയുണ്ട് ഈ ക്രിസ്മസ് ഒക്കെ ആയിട്ട്? നല്ല കച്ചവടമാണ്. നല്ല ജനങ്ങളൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ടോ? എല്ലാ ദിവസത്തെക്കാളും കൂടുതലാണോ? കൂടുതലാണ്. 2-3 ദിവസമായിട്ട് നല്ല കച്ചവടം. അപ്പോ കെ പി, ഇതന്നെയാണ് ആളുകളൊക്കെ പറയുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളൊക്കെ എടുത്തു നോക്കാം. കാരണം മിഠായി തെരുവിനുള്ളിൽ നിരവധി കടകളുണ്ട്. അത് വസ്ത്രശാലകളുണ്ട്. കൂടുതലായിട്ടും വസ്ത്രം, ചെരുപ്പ്, അങ്ങനെ ഉൾപ്പെടെ എല്ലാവിധ സാധനങ്ങളും നിറയെ കിട്ടുന്ന ഒരു ഇടമാണ് കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ കോഴിക്കോട് നിന്നുള്ള ആൾക്കാരും അതുപോലെ മറ്റു ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ എത്തുക ഈ ഒരു മിഠായി തെരുവിലേക്കാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് എല്ലാവരും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല തിരക്കാണ്. കുറേ കൂടി കഴിയുമ്പോൾ സമയം ഇരുട്ടാവുന്നവർ ഇവിടെ കുറേ കൂടി ഭംഗിയുള്ളതാവും. അതിന് നല്ല മനോഹരമായൊരു ഇടം കൂടിയാവും ഈ മിഠായി തെരുവ് എടുത്തു നോക്കുകയാണെങ്കിൽ. നമുക്ക് വരുന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നോക്കാം. ഒന്ന് നിൽക്കാമോ? എങ്ങനെയാ ഇന്ന് ക്രിസ്മസിന്റെ ഒക്കെ ന്യൂ ഇയറിന്റെ ഒക്കെ ആഘോഷ പരിപാടിയായിട്ട് വന്നാണോ? അതെ, ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വന്നതാ. മാനാഞ്ചിറ. എവിടെ? കോഴിക്കോടുള്ളവർ തന്നെയാണോ? നടക്കാവ്. എന്തൊക്കെ വാങ്ങിച്ചു? ക്രിസ്മസിനുള്ള ന്യൂ ഇയറിലൊക്കെ ഡ്രസ്സൊക്കെ ഉള്ളത് വാങ്ങിച്ചു. ട്രീ സെറ്റ് ചെയ്തു, സ്റ്റാർ സെറ്റ് ചെയ്തു, ഒക്കെ 10 ദിവസമായിട്ടൊക്കെ ചെയ്തു വെച്ചു. പിന്നെ കൊടുക്കാൻ വേണ്ടി വന്നാണോ? ഇന്ന് ലൈറ്റ്സ് മാനാഞ്ചിറ കാണാൻ വന്നത്. കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ടല്ലോ. സ്റ്റിച്ച് ചെയ്തതാ. ഓക്കെ, അപ്പൊ കെ പി, ഇതൊക്കെയാണ് ആഘോഷങ്ങൾ. കാരണം നിരവധി ആളുകളുണ്ട് കേട്ടോ. ചിലരൊക്കെ ക്യാമറ, നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ കാണുമ്പോൾ ഓടുന്ന ആളുകളുണ്ട്. ചേട്ടാ, ഒന്ന് നിൽക്കാമോ? ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണോ മിഠായി തെരുവിൽ പോകുന്നത്? അതെ. വാങ്ങിച്ചു? ഒന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ലല്ല, കൂട്ടായിട്ട് എല്ലാവരും ഉണ്ട്. ഫാമിലി ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫാമിലി എല്ലാവരും ഉണ്ട്. എങ്ങനെയൊക്കെയുണ്ട് ആഘോഷ പരിപാടികൾ? എങ്ങനെ പോകുന്നു? തകൃതിയായി നടക്കുന്നു. ക്രിസ്മസ് ഡ്രസ് ഒന്നും വാങ്ങിയില്ലേ? എല്ലാം വാങ്ങിച്ചതാ, കയ്യിലുണ്ട്. കുറെ പേരുണ്ടോ? എല്ലാവരും 6 പേര്. 6 പേര്. അപ്പൊ നടക്കട്ടെ. എന്തായാലും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. സെയിം ടു യു. അപ്പോൾ കെ പി, കാണുന്നുണ്ടല്ലോ അല്ലേ വിശേഷങ്ങളെല്ലാം. കാരണം കൃത്യമായി തന്നെ നിരവധി ആളുകളുണ്ട്. ഇതേ തകൃതിയായിട്ട് ആളുകളെല്ലാം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി പോകുന്നു. കാരണം എന്നെയൊക്കെ തട്ടിയിട്ട് എനിക്ക് പോലും നടക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ട് കേട്ടോ മിഠായി തെരുവിൽ. കുറച്ചും കൂടി കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് കൂടും. നിറയെ ആളുകളാവും. നമുക്ക് കാല് വെക്കാൻ പോലും വയ്യാത്ത അത്രയും ആളുകൾ ഉണ്ടാവും. ഇവിടെ ചെറുപ്പക്കാരും നിറയെ ഉണ്ടാവും. നിൽക്കാമോ നിങ്ങളെല്ലാവരും? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ആഘോഷ പരിപാടി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഒന്നും വാങ്ങിച്ചില്ലേ? ഇല്ലില്ല. ഒന്നും വാങ്ങിച്ചില്ല. ഡ്രസ്സ് വാങ്ങിച്ചു. ഡ്രസ്സ് വാങ്ങിച്ചു. ക്രിസ്മസിനുള്ള ഡ്രസ്സോ ന്യൂ ഇയറിനുള്ള ഡ്രസ്സോ? ക്രിസ്മസിന്. എന്തൊക്കെയാ പരിപാടികൾ? കാര്യങ്ങളൊക്കെ പറയടോ. എന്തൊക്കെയാ ആഘോഷ പരിപാടികൾ? എന്തൊക്കെയാ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നോർമലായിട്ടാണോ ന്യൂ ഇയർ പോകുന്നത്?
അപ്പോൾ അതെ ന്യൂ ഇയർ ഒക്കെ നോർമലായിട്ട് പോകുന്നതാണ് ചിലർ പറഞ്ഞത്. ചിലർ വലിയ പ്രതീക്ഷയോടുകൂടി ന്യൂ ഇയറിനെ വരവേൽക്കുന്നുണ്ട്. 2025 വരവേറ്റതിനെക്കാട്ടിലും കൂടുതലായിട്ട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് 2026 പ്രതീക്ഷിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെയായിരിക്കും? കാരണം മിഠായി തെരുവിൽ വരിക, സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ഡ്രസ്സുകൾ വാങ്ങുക, അതൊക്കെയാണ്. കുട്ടികളുണ്ട്, വിവിധ തരക്കാരുണ്ട്. കാരണം പ്രായഭേദമന്യേ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ. ഇതാ ഈ കടയുടെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയും നിറയെ ആളുകളുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ ഈ ഒരു ന്യൂ ഇയറിന്റെ കളക്ഷൻ? അടിപൊളിയാ. ആളുകളൊക്കെ എങ്ങനെ വരുന്നുണ്ട്? തീർച്ചയായിട്ടും നല്ല ആളുകളുണ്ട്. ഇന്നൊക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയാണ്. നല്ല അടിപൊളി തിരക്കാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടമുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾ ഒരുപാട് സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല കച്ചവടമുണ്ട്. അപ്പോൾ ഈ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കും. നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട്, നല്ല ക്യാഷ് ഒക്കെ കിട്ടിയല്ലേ? തീർച്ചയായിട്ടും. അതെ. പുതിയ 2026 പുതിയ വർഷം നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ മിഠായി തെരുവിലുള്ള കച്ചവടക്കാർ ഇതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇവർക്ക് കച്ചവടമൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. 2026 മികച്ച വർഷമാവും തന്നെയാണ് ഇവരും പ്രതീക്ഷിക്കുന്നത്. KP ഈ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ ദൃശ്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിരവധി ആളുകളുണ്ട്. നമ്മൾ ബാക്കിലൊക്കെ ഇങ്ങനെ നിൽക്കാവോ? ആഘോഷങ്ങളുടെ പരിപാടികൾ അടിപൊളിയല്ലേ? ഇപ്പൊ കണ്ടില്ലേ? ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, രണ്ടുപേര് മാത്രമേ വന്നിട്ടുള്ളൂ? ഞങ്ങൾ രണ്ടുപേര് മാത്രമേ. വീട്ടിൽ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വന്നതാണ്. വീട് വെസ്റ്റില്. എങ്ങനെയാ ഇപ്പൊ ഇന്നിപ്പോ എന്തിനാ മിഠായി തെരുവിൽ സാധനങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് വന്നാണോ? കാണാൻ വേണ്ടി വന്നാണ്. പിന്നെ ലൈറ്റ് കാണണം. മാനാഞ്ചിറയിൽ ലൈറ്റ് അല്ലേ? എല്ലാവരും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഒരുക്കത്തിലാണ്. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും രമ്യദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വനിതാ 2020 ടീം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വനിതാ 2020 താരങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, 2020 താരങ്ങൾക്ക് വലിയ ഹൃദ്യമായ വരവേൽപ്പ് തന്നെയാണ് എയർപോർട്ടിൽ നൽകിയിരിക്കുന്നത് അല്ലേ? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തീർച്ചയായും KP സുരേഷ്, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഇവരിപ്പോൾ എത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾ ആരാധകരടക്കം ക്രിക്കറ്റ് ലോകവും അതിനെ കായിക പ്രേമികളും അടക്കം അക്ഷമരായി കാത്തുനിന്ന മുഹൂർത്തമായിരുന്നു. ഇപ്പോൾ അവർ എത്തിയിരിക്കുകയാണ്. ടീം അംഗങ്ങൾ വലിയ ഹർഷാരവത്തോടു കൂടിയാണ് അവരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന വാഹനത്തിലേക്ക് താരങ്ങൾ കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. താരങ്ങൾ ഓരോരുത്തരായി വരുന്നു എന്നുള്ളതാണ്. താരങ്ങളെയൊക്കെ വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കോച്ചുമാരടക്കമുണ്ട്. ഇനി കാര്യവട്ടത്തെ സംബന്ധിച്ചിടത്തോളം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. അതിനുള്ളൊരു കാത്തിരിപ്പിലാണ്. ആ ഒരു കളി കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ഡിസംബർ 26, 28, 30 ദിവസങ്ങളിലാണ് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ മത്സരം നടക്കുക. ശ്രീലങ്കയുമായിട്ടാണ് മത്സരം നടക്കുന്നത്. നിലവിൽ ഈ ഒരു മാച്ചിൽ ഇതുവരെ 2 എണ്ണത്തിൽ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അടുത്തൊരു മാച്ച് ശ്രീലങ്കയുമായിട്ടുള്ള അടുത്ത് നടക്കാൻ പോകുന്ന 26-ാം തീയതിയിലെ മാച്ച് വളരെ നിർണായകമാണ്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുകയാണെങ്കിൽ ആ അസുലഭ മുഹൂർത്തത്തിനായിരിക്കും കേരളക്കര സാക്ഷ്യം വഹിക്കുക. അവർ ഈ ഇതിൽ ചാമ്പ്യൻഷിപ്പ് നേടുന്നതിനുള്ള സുവർണ്ണ നിമിഷത്തിനായിരിക്കും മലയാളി മണ്ണ് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ടീമിലെ അംഗങ്ങളെ കാണുവാനായിട്ട് കാത്തു നിൽക്കുന്ന ആരാധകരാണ്. വൈകിട്ടോടുകൂടി തന്നെ 4 മണിയോടുകൂടി തന്നെ താരങ്ങൾ ഇന്ന് എത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നിരവധി കായിക പ്രേമികളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇന്ത്യൻ ടീമുകളെ വനിതാ അംഗങ്ങളെ ഹർഷാരവത്തോടു കൂടിയാണ് ആരാധകർ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരം നഗരത്തിലേക്ക് തലസ്ഥാനത്തേക്ക് സ്വീകരിച്ചതെന്നുള്ളതാണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ അടക്കമുള്ളവരുണ്ട്. സ്മൃതി മന്ദാനയുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ എല്ലാ താരങ്ങളെയും കായിക താരങ്ങളെയും ഒക്കെ വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനനിബിഡമാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ പരിസരത്തടക്കം എന്നുള്ളതാണ്.
ശ്രീലങ്കൻ ടീം അംഗങ്ങൾ കൂടി എത്തുകയാണ് ഇപ്പോൾ. ശ്രീലങ്കയുമായിട്ടാണ് മാച്ച് നടക്കുക. ശ്രീലങ്കൻ ടീമിലെ അംഗങ്ങളെ കാണുവാനും ഒപ്പം തന്നെ കായിക പ്രേമികൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കേരളത്തിൽ, അതായത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് ക്രിക്കറ്റ് നടക്കുമെന്നറിഞ്ഞപ്പോൾ, കളി നടക്കുമെന്നറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു ആവേശത്തിലായിരുന്നു. ആ മുഹൂർത്തത്തിനായിട്ടാണ് കായിക പ്രേമികൾ കാത്തു നിൽക്കുന്നത്. ആ ഒരു 3 ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക്, അതായത് 26, 28, 30 ദിവസങ്ങളിലാണ് മാച്ച് നടക്കുക. മാച്ചിനായിട്ടുള്ള കാത്തിരിപ്പാണ്. നാളെ മുതൽ തന്നെ ടീം അംഗങ്ങൾ പരിശീലനത്തിന് ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ രാവിലെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ ശ്രീലങ്കൻ ടീമായിരിക്കും പരിശീലനം നടത്തുക. അതിനുശേഷം വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനവും ഇവിടെ നടക്കും. ഇപ്പോൾ ശ്രീലങ്കൻ ടീമും വാഹനത്തിലേക്ക് കയറുകയാണ്. ഇന്ത്യൻ ടീം അംഗങ്ങൾ വാഹനത്തിൽ കയറിയിട്ടുണ്ട്. വലിയ ോടുകൂടി ആരാധകർ കാത്തു നിൽക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നാളെ ക്രിസ്മസ് ആണ് എങ്കിൽ പോലും കേരളത്തിലാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വനിത എന്നുള്ളതാണ്. വാഹനത്തിനുള്ളിൽ നിന്ന് തന്നെ ആരാധകരെ കൈകാണിക്കുന്നതും കൈ വീശുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 മാച്ചുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യ 2 മത്സരത്തിൽ വിശാഖപട്ടണത്തെ 2 മത്സരങ്ങൾ നടന്നതാണ്. ആ 2 മത്സരത്തിലും വിജയിച്ചത് ഇന്ത്യയാണ്. ഇനി 3 മത്സരങ്ങളാണ് ഇവിടെ നടക്കുക. അതിൽ ഇനി നടക്കാൻ പോകുന്ന ആ 3 മത്സരങ്ങളിൽ ഒരെണ്ണം വിജയിച്ചാൽ തന്നെ ഇന്ത്യക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യ വനിതാ ടീമിന് ഇത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് ഊഷ്മളമായ വരവേൽപ്പ് തന്നെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. ശ്രീലങ്കയുമായിട്ടുള്ള മത്സരം 26-ാം തീയതി, 26, 28, 30 തീയതികളിലാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വീണ, കേൾക്കാമോ? തുടരാം. തീർച്ചയായും ആരാധകരുടെ വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാനും സെൽഫി എടുക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന അംഗങ്ങളാണുള്ളത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് വരവേൽപ്പ്. ശ്രീലങ്കൻ താരങ്ങളും എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. അവർ വാഹനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ക്രിക്കറ്റ് ആരാധക ലോകം ഒന്നാകെ, കായിക പ്രേമികൾ ഒന്നാകെ അവിടത്തേക്ക് ഒഴുകിയെത്തി. അവർ ഇന്ത്യൻ താരങ്ങൾക്ക്, ശ്രീലങ്കൻ താരങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.